മാനു കയറി ഇക്കടാ. ഇജ്ജെപ്പ പോനാ പെരീന്ന്? ഞാൻ പെരീന്ന് പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിക്കണു. കൊടുക് ടൗണിൽ വന്നപ്പോഴേ 4 മണി ആയിക്കണു ബസ് ഇട്ടാന്. അങ്ങനെ ഇപ്പൊ കോട്ടൊക്കെ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോയിരിക്കണം. എത്ര പെരീത്തെ വർത്താനൊക്കെ അനക്ക് എന്നാ പോന്നപ്പോഴേ സൈനവാനും കൊടുന്നൂടായിനാ. ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ളു കാണാൻ പറ്റുക. ഓക്ക് പോരാനൊക്കെ പൂതിയുണ്ട്. ഞാൻ പോരണ്ടാന്ന് പറയേ. തോട്ടത്തിലെ ഓറഞ്ച് വളഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ പറിച്ചാൻ ദിവസം പണിക്കാര് വരും. അപ്പൊ അതിന്റെ അടുത്ത ആള് ഞാൻ പറ്റൂല. ഓറഞ്ചൊക്കെ വളഞ്ഞിക്കണ കാലായില്ലേ? ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടേ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടും ഇല്ലല്ലോ. ഞാൻ അവിടുന്ന് പോരുമ്പോ പറഞ്ഞേക്കണു സൈനവാനോട്. ഓള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ലല്ലേ. ഇച്ചേ വരാനും കാണാനൊക്കെ നല്ല പൂതിയുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ. ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇട്ടെറിഞ്ഞ് പോരുക? ഇത് പറഞ്ഞത് ശരി തന്നെയാണ്. അല്ല, അളിയാക്കാനെ കണ്ടില്ലല്ലോ. എവിടക്ക പോയി? അളിയാക്ക അങ്ങാടിക്കാണ് പോയതാ. പച്ചക്കറി ഒന്നുമില്ല. അപ്പൊ കുറച്ച് മേടിച്ചറിഞ്ഞാണ്ട് പോയതാണ്. അല്ല, സുക്കൂറിന്റെ വർത്താനപ്പ എന്താ? അതൊന്നും പറയണ്ട എന്റെ മാനോ. കൊടുകുന്ന് ഇട്ടെറിഞ്ഞ് പോകുന്നത് ഓന്റെ കാരണത്താലാണ്. ഓന്റെ തോന്നിയാസത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. അവിടുന്ന് പോന്ന മാതിരി തന്നെ എപ്പോഴും. അവിടുന്ന് പോന്നില്ലേറെ മാനോ കള്ളുടി ഓന് കൂടിയിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പോന്നാലേലും ഓന് നന്നാവും കുടിയൊക്കെ ഒന്ന് മാറ്റുന്നു ഞാൻ കരുതിയിരുന്നു. പക്ഷേങ്കിൽ അവിടുത്തിലേറെ കൂട്ടുകാരന്മാരും കുടിയൊക്കെ കൂടിയിരിക്കുകയാണ്. ആ മട്ടൻ തന്നെ എപ്പോഴും. ഞാൻ വിചാരിച്ചൊന്നും നന്നായിട്ടുണ്ടാവുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല മാനോ. ഇങ്ങോട്ട് പോരാ ഒത്തുക്ക് കുളിച്ചാളോ എന്നിട്ട് എനിക്ക് ചോറ് എന്തേലും തിന്നാ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. വീരാനെ എന്നോട് 2 വർത്താനം പറയാണ്ട് എന്നെ കാണാൻ വേണ്ടി അടുക്കുകയാണ്. എന്താ ആചാര്യം നിങ്ങക്ക് പറയാന്? ഇജു എന്റെ മോനും മര്യാദക്ക് ഞങ്ങളെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്ക, ഇല്ലെങ്കിൽ അതിനുള്ള പണി ഞാൻ എടുക്കും. ആചാര്യം നിങ്ങൾ അങ്ങനെ പറയല്ലേ. എന്റെ മോനെ നന്നാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കണിണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്താ കാട്ടുക? അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇടങ്ങാറായി നടക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ മോനെ ജീവനോടുക്കണമാണെങ്കിൽ നല്ല ചേർക്ക് ഇവിടെ ജീവിച്ചോളി, ഇല്ലെങ്കിൽ മണ്ണ വൈക്ക് തിരിച്ചു പോയിക്കോളി. നിങ്ങളിപ്പോ ഞങ്ങളോട് ഈ നാട്ടിൽ നിന്ന് പോവാൻ പറയണതാ. ഞാനും എന്റെ മോനും നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇന്റെ നിർമ്മലിക്ക് ഓൻ വന്നിട്ടില്ല. നാട്ടുകാർ നിർമ്മലിയിൽ മുഴുവൻ കയറുന്നുണ്ട്. ഇന്റെ നേർക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലേ ഓനെ ജീവനോടുണ്ടാവില്ല. ഞാനൊരു പാവാച്ചിട്ടേ നിങ്ങൾ ഇന്നെ നെട്ടിച്ചാനൊന്നും നിക്കണ്ട. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ, ആ ബൈക്കും ഞാൻ പോകും. നീർക്കോലിക്കും പറ്റുക. ഇപ്പൊ വലിയ വർത്താനൊക്കെ പറയാനുള്ള നാപൊക്കെ പൊന്തൽ തുടങ്ങിയ. ക്ഷമിക്കണീനൊരു അതിരുണ്ട്. ക്ഷമ കെട്ടാലേ ഞാനും എന്തേലൊക്കെ പറയും. അന്ന് നാളെ നന്ദത്തമ്രാജിനോട് വർത്താനം പറയാൻ മാത്രം ആയല്ലോ. എത്തമ്രാജ് നിങ്ങൾ കണ്ടൊരു മനുഷ്യനല്ലേ? എത്തിലും മറാജിനായിട്ടുണ്ടായി. ആചാര് മാത്രമൊന്നുമല്ല മൈമുട്ടിയെ, ഈ നാട്ടുകാർ മുഴുവൻ എന്നെ ഉപദ്രവിക്കാണ്. എന്റെ മോന്റെ കാരണത്താലാണ് ഞാൻ ഇപ്പൊ ഈ അടിയൊക്കെ വാങ്ങേണ്ടി വന്നത്. ഇവിടെ എങ്ങനെ അല്ലാ ചോര വരുന്നുണ്ടല്ലോ പഠിച്ചോനെ. കജിനുള്ളിൽ കൂടി നല്ല മുറി വയ്ക്കണം അവിടെ. അതിന് മേലക്ക് കജിന് മുട്ടുത്തി വീണാ സാറില്ലടാ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മൈമുട്ടി എനിക്ക് അവിടെ നാട്ടിലും. എന്റെ മോനായി പോയില്ലേ. ബസം കൊടുത്ത് കൊല്ലാനൊന്നും പറ്റൂലല്ലോ. കുഞ്ഞോനാ, ഇന്നെ പെരയിന്ന് പുറത്താക്കിയടാ ആ തണ്ടിൻ തള്ളി. പക്ഷെ ഓല് അതിനനുഭവിക്കും. ഓൽക്ക് നല്ല പണി ഞാൻ കൊടുക്കും. കുടിച്ചോ. ഇതൊരു പേരും പേടിച്ചണ്ട. ഞാൻ ഇപ്പൊ പേരും കൂടായിട്ട് ഇവിടെ കിടക്കണം. മജീദാക്കാന്റെ പുഴന്റെ മുകളില് ഇഷ്ടംപോലെ സ്ഥലം. ഈ കോയത്തിലാക്കിന്റെ ഉത്തരവാദി ഇന്റെ തണ്ടിൻ തള്ളിയാണ്. ഓല് കാരണാണ് ഞാൻ ഈ കോയത്തില് വലിയ കുടിയനായത്. ഉറപ്പായിട്ടും ഓൽക്കുള്ള പണി കൊടുത്തിട്ടേ സുക്കൂർ ഈ ദുനിയാവുന്ന് പോകുള്ളൂ. ഇതൊരു ബേജാറാവണ്ട സുക്കൂറ. ഇത് കൊടുക്കുന്ന ഇങ്ങോട്ട് പോകുന്നതിന് വെച്ചാൽ എനിക്കൊരു സുഖം ഉണ്ടായിട്ടില്ല. എല്ലാ കേസിനും ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും. ഇജ് മാത്രമുള്ള എന്നെ മനസ്സിലാക്കുന്ന ഒരാള്. നമ്മളെ സങ്കടം കാണാൻ ആരും ഇല്ലടാ. അതിനോടാ പറയണ ഓവറായിരുന്നു. ഇത് ഓവറായത്. ആരാത്തങ്ങള് പെരയിൽ ഒരാള് വന്നെ കാണാത്തൊരാളാണല്ലോ. ആടി അതിന്റെ ആങ്ങളെ കൊടുക്കുന്നു വന്നതാ. ഇജ്ജ് അവനെ കണ്ടിട്ടില്ലല്ലേ? താത്ത ഈ ആങ്ങളെന്നെ ഞാൻ കണ്ടിട്ടെന്നല്ല. ആടി ഞങ്ങൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അതിന്റെ ഇടയിൽ 2-3 പ്രാവശ്യമൊക്കെ വന്നിക്കണു. അപ്പൊ ഇജ്ജ് ആസ്പത്രി പണിക്ക് പോയിട്ടുണ്ടാവും. അതാ അവനെ കാണാത്തത്. നിങ്ങൾ വരുന്ന സമയത്ത് എന്റെ അപ്പുട്ടി പറഞ്ഞിരുന്നു നിങ്ങൾ കൊടുക്കന്മാരാണ്, നിങ്ങൾക്ക് മലയാളം അറിയില്ലാന്ന്. ഞാൻ അന്ന് വിചാരിച്ചിരുന്നു ഒരു അയൽവാസി വരുന്നത് ഇതാണ് ഈ മലയാളം അറിയാത്ത ഏറ്റങ്ങളാണ്, അയറ്റളെ കൊണ്ട് കൊടുങ്ങുവന്നു. ഇപ്പൊ ഞങ്ങളെയും കാട്ടി മലയാളം അറിയും. ഞങ്ങൾക്ക് ആദ്യം മലയാളം അറിയും. എന്റെ ഉപ്പിമ്മയൊക്കെ മലപ്പുറത്തേരാണ്. പിന്നെ ഞങ്ങൾ കൊടുക്ക് അങ്ങനെ താമസം മാറിയതാണ്. അല്ല തങ്ങളെ ബീരാങ്കാക്കൊക്കെ ബന്ധുക്കൾ ആരും ഇല്ലേ? അയറ്റുള്ള ആരും വരുന്ന കണ്ടിട്ടില്ലല്ലോ. മൂപ്പർക്ക് ആരും ഇല്ലേടി.
അങ്ങനെ കൊടുകിലായപ്പോ എന്നെ അങ്ങനെ കെട്ടിയതാണ്. അല്ല തങ്ങൾ ഷുക്കൂറിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഇപ്പോഴും ആ കള്ളുടിച്ച് നടക്കന്നെ? ആടി ഓനക്കൊരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെയാണ്. ഞങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ. അയാൾ ഏത് നേരത്തും കള്ളുടിച്ചോണ്ടായിരുന്നു, രാവും പകലും ഇല്ലാതെ കള്ളുടിയായിരുന്നു. എന്നിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തോ മരുന്ന് കൊടുത്തിട്ടാണ് ആ മാറിയത്. അതിന്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. നിങ്ങൾ ഷുക്കൂറിനെ ഒന്ന് കൊണ്ടുപോയി നോക്കി അവിടെ. ഞാൻ മൂത്രമൊഴിച്ചു വരാം. ഈ ഏരിയയിലാണ് ഓല് സ്ഥിരമായിട്ടുണ്ടാവല്. അപ്പൊ ഇവിടെ ഒന്ന് തപ്പി നോക്കിയാലേ ചിലപ്പോ ഓല് കാണാം. രണ്ടും നല്ല മൂടായിക്കാണ്ട് ഇവിടെ എവിടെയും കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ഏരിയക്കാണ് നോക്കിക്കോളി. ഏ ബലാലേ ഒരു പൂതരാമോ. ഓനെ കണ്ടു കിട്ടുകയാണെങ്കിലേ അപ്പൊ തന്നെ തലയിൽ കൂടി മുണ്ടിടുക, അടിച്ച, വേറെ ഒന്നും നോക്കണ്ട. അതാ മണ്ടിയാണോ ഓന്? എനിക്ക് പൊയ്ച്ചനുണ്ടാവും. എനിക്ക് വേണമെങ്കിൽ ഞാൻ വഴമ്പി തരാം. എന്നും ഈ നേരാകുമ്പോത്തിന് വരവുണ്ട്. എന്തേ അവ കാണാനില്ല. അളിയാങ്ക വരട്ടമ്മ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിന്നാം. അല്ല ഈ കാർ ആരുതാ? ഞാൻ ചോദിച്ചണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഈ കാറ് നമ്മളെ ഈ അപ്പുറത്ത് പാർക്കണ ബിന്ദുവിന്റെ ആണ്. ഓൾ ആസ്പത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിറക്കണതാണ്. ഓലെ പെരിയിൽ സൗകര്യം ഇല്ലാതെ നിർത്തിയിടാന്. അപ്പൊ ഓളത് ഇവിടെ കൊടുന്നിടും. ഏത് ഓല വണ്ടിയാ? ഇവിടെ ഭയങ്കര ചൂടാല്ലേ. നമ്മളെ ഒട്ടന്മാര് ഇവിടെ പുറത്ത് ആൾക്കാരൊന്നും കാണില്ല. പെണ്ണുങ്ങളെയൊന്നും നമ്മളെ ഒട്ടന്മാര് ഇവിടെ നടക്കണില്ലല്ലോ. ഇവിടെ പണക്കാരായിട്ടേ കാരല്ലേ, ഒന്നും പുറത്തിറങ്ങുണ്ടാവില്ല ആരും. നമ്മളെ ഈ കൊടുക്കത്തെ മാതിരി ഒന്നും ഇവിടെ ആരും കാണൂല. അവിടെ പിന്നെ ഈ തോട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ പണിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലോ. ഏലത്തോട്ടത്തിലും ഓറഞ്ച് തോട്ടത്തിലൊക്കെ പണിക്കുണ്ടാവും. അതേമാതിരി ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങൂല. ഇവിടെ നമ്മളവിടുത്തെ മാതിരിയല്ല. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും പുറത്തിറങ്ങി അങ്ങനെ പണിക്കൂല. ഇവിടെ ഒക്കെ ദുബായിക്കാരാണ്. ഞാൻ ബസ്സിൽ പോരുമ്പോ ഇങ്ങനെ കണ്ടു വലിയ വലിയ പെരാള്. നമ്മളവിടൊക്കെ ഈ ചെറിയ പെരാളല്ലേ. ഇവിടുത്തെ ഓരോ പെര കണ്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതമായി. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ഈ വാടകക്ക് പാർക്കണ പെരന്നെ എന്തോ ഒരു വലിപ്പാലേ. ഈ പെരന്നെ വലിയ പെരയാണ്. ഇതിന്റെ റൂമിൽ എല്ലാത്തിലും ബാത്റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതന്നെ കിട്ടിയത് അളിയാക്കാന്റെ ഒരു പരിചയത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്ര വാടക കുറച്ച് നമുക്ക് കിട്ടിയത്. നല്ല സൗകര്യമുള്ള പെരന്നെ ഞാൻ കണ്ടല്ലോ ഇപ്പൊ. പഠിച്ചാ നിങ്ങളെ കൈമത്തത് വലിയ മുറി ഇക്കണേരാ. നിങ്ങൾ എവിടെയെങ്കിലും പോണാ? അതെ, ഒരു സൈക്കിളും ഒരു കുട്ടി വന്നുകാണ്ട് കുത്തിച്ചതാണ്. കണ്ടിട്ട് വലിയ മുറിയാണ് കേട്ടോ. നീ ഇത് കെക്കിക്കാണ്ട് ഓയിൽമെന്റ് ഒക്കെ ഒന്ന് തേക്കണം. അത് അതിനകത്തുള്ള മുറിയൊന്നും ഇല്ലടി. അതൊന്ന് കെക്കിക്കാണ്ടേ ഒന്ന് ഓയിൽമെന്റ് തേച്ചാ മതി. ഈ പച്ചക്കറിയൊക്കെ ആ മണ്ണിൽ വീണക്കണം. ഇജ്ജ് കെക്കിക്കാണ്ടൊന്നേ എടുത്ത് വെച്ചാളട്ടോ. ഈസ പൊട്ടിയും ചെയ്തേക്കണു. അത് ഇജ്ജ് എപ്പോഴാ മാനു വന്നത്? ഞാൻ വന്നിട്ട് കുറച്ചേരായി. ഞാൻ വന്നേക്ക് നിങ്ങളെ ചോദിച്ചു. അപ്പൊ നിങ്ങള് പീടിയേക്ക് പോയതാണ് പറഞ്ഞു. വലിയ മുറിയൊന്നും അല്ല, തോല ഇറങ്ങിയിട്ടുള്ളൂ. നല്ലൊരു ടീറ്റി അടിച്ചേണ്ടി വരും. നമ്മൾ ആസ്പത്രിക്ക് ഒന്ന് പോവുക. ആശുപത്രിക്കൊന്നും പോകണ്ടടാ. അതിപ്പോ സൂചി അടിച്ചേണ്ട ആവശ്യമില്ല. അന്ന് കേക്ക് നന്നാക്കിക്കാണ്ടേ മുറിന്റെ ഓർണമെന്റ് ഉണ്ട് ഇവിടെ, അതൊന്ന് തേച്ചാ മതി. അതിപ്പോ ചെറിയ കുട്ടിയാണ്, ഓനോട് പഞ്ഞിപ്പോ ചീത്താകാനൊന്നും വെച്ചല്ലോ. പിന്നെ എത്താടെ പെരിയത്തൊക്കെ വർത്താനം? അവിടെയൊക്കെ എല്ലാവർക്കും സുഖം തന്നെയാണ്. ഇത് വന്നിട്ട് ചായയും വെള്ളം എന്തെങ്കിലും കുടിച്ചോ? പിന്നെ ഞാൻ വന്നേക്ക് ചായ കുടിച്ചേക്കണു. ചോറുന്നാൻ വേണ്ടി നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവിടെ. ഇതെന്നാലേ ഔത്തക്കിന് പോരാ. ചോറും പയിച്ച ഞാനിതൊന്ന് കേക്കിക്കാട്ടെ, എന്നിട്ട് ഓൽമെന്റ് ഒന്ന് പറ്റും ചെയ്തട്ടെ. ബാ. എന്ത് മാന്യതാണ് ഞങ്ങൾ ജി പറയണ്ട്. 6 മാസമായിട്ട് വാടക കുടിശ്ശിക തന്നിട്ടില്ല. 2 മാസമായിട്ട് ഞാൻ എന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്റെ ചെക്കന്മാരെ വിട്ടിട്ട് എന്റെ എല്ലുമെന്ന് ഇറച്ചി കൊടുക്കും ഞാൻ. പിന്നെ ഫ്ലാറ്റ് ഒഴിവുണ്ടോ വെച്ചിട്ട് വീസ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഒരു കാരണത്താലാണ് ഞാൻ ട്രിപ്പയക്കുന്നത്. എന്തായടാ സുൽഫി നിങ്ങൾ പോയ കാര്യം? അജയരാൻ, നിങ്ങൾ പറഞ്ഞ ആളെ കിട്ടിയിട്ടില്ല. ഓടി രക്ഷപ്പെട്ടേക്കണു. ആ തടിച്ച ആളില്ലേ ഓൻ്റെ ഒപ്പമുള്ള ഓനെ കിട്ടിയിരിക്കണു. കിട്ടിയാനിപ്പോ എന്താ ചെയ്തത്? കിട്ടിയോനെ നല്ലോണം പളങ്ങിയിരിക്കണു. ഇങ്ങനെ നേരക്ക് ഞാൻ കൈ പൊന്തിച്ചൂല. ഓൻ ഔത്തർച്ചും പവർ ഞാൻ വേറെടുത്തിരിക്കണു. ഒന്നെങ്കിൽ ഓൻ നാട് വിടും, അല്ലെങ്കിൽ ഓൻ മരിച്ചും. ഓനെ കജ്ജിന്റെ എല്ലൊക്കെ പൊട്ടിയിരിക്കണു. തൊള്ളിന്ന് ചോരയും വരുന്നുണ്ട്. ആ ചെയ്ത്താനെ പഞ്ഞി കിട്ടാണ്ടായി. നമുക്ക് ആ സുക്കൂർ പറഞ്ഞ ഇബിലീസിനെയാണ് കിട്ടേണ്ടത്. ഓനെയാണ് ശരിയാക്കേണ്ടത്. നമുക്ക് ഓനെ തന്നെ അജയരെ സ്കെച്ച് ചെയ്തിന്റെ ഓൻ നമ്മളത്തിന് മിസ്സായതാണ്. ഇനി ഓൻ മിസ്സാവൂല. ഓനെ ഇനി മിസ്സാവണ്ട.
നമ്മളെ ജീപ്പേറ്റാണ് പോയിക്കോളി. എവിടുന്നാച്ച് കാണുന്നോടത്ത് നാട് കാറ്റിയാണ് കൊന്നാല് അതിന് വരുന്ന ഭവിഷ്യത്ത് ഉമ്മറാജ് ഏറ്റോളാം.